ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 8086 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അഡ്രസ്സിംഗ് മോഡ്? ഒരു ഇൻസ്ട്രക്ഷൻ അകത്ത് എങ്ങനെയാണ് ഒരു ഓപ്പറൻഡ് കൊടുക്കുന്നത്, ആ ഒരു മാനറിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് ദ മാനർ ഇൻ വിച്ച് an operand is given in an instruction. അതാണ് ബേസിക്കലി അഡ്രസ്സിംഗ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓപ്പറൻഡ്? എന്ത് വാല്യൂ വെച്ചിട്ടാണോ നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ട്രാൻസ്ഫർ ആവാം. ട്രാൻസ്ഫർ മീൻസ് കോപ്പി പേസ്റ്റ്. അങ്ങനെ എന്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഓപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂ അത് സ്റ്റോർ ചെയ്യുന്നത് ഓപ്പറൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, add say bl, 25h. ഇവിടെ ഈ bl-ഉം 25-ഉം ആണ് നമ്മുടെ ഓപ്പറൻസ് എന്ന് പറയുന്നത്. ആഡ് എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ 8086-നകത്തുണ്ട്. അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബേസിക്കലി ഇത് ചെയ്യുന്നത് bl is equal to bl plus 25h ഹെക്സ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ 8086-നകത്ത് വാല്യൂസ് നമ്മൾ കൊടുക്കുക യൂഷ്വലി. ആഡ് bl, 25h എന്നതിന്റെ മീനിങ് bl is equal to bl plus 25h എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ രണ്ട് ഓപ്പറൻസ്, bl എന്ന് പറയുന്ന ഒരു ഓപ്പറൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് വാല്യൂ ആണ് എന്നുള്ളതും, ഇത് രണ്ടുമാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനകത്തെ ഓപ്പറൻസ് എന്ന് പറയുന്നത്. 8086-ല് മെയിൻ ആയിട്ട് 5 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് വരുന്നത്. 8086-ലെന്നല്ല, നിങ്ങൾ ബേസിക്കലി ഏത് പ്രൊസസ്സർ എടുത്തിട്ടുണ്ട് വെച്ചാൽ അതിനകത്തെല്ലാം വരുന്നത് 5 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അതായത് ഓപ്പറൻഡ് ഒരു ഇൻസ്ട്രക്ഷനകത്ത് എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നതിനെ നമുക്ക് 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യാവുന്നത്. നമ്മൾ ഇത് 8086-ന്റെ പെർസ്പെക്റ്റീവില് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് ഏതൊക്കെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യാം. ആദ്യത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ദെൻ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. തേർഡ് വൺ ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് ഉണ്ടെങ്കിൽ of course the fourth one is indirect addressing mode, and the last one is implied addressing mode. ഇങ്ങനെ 5 തരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വേറെയും കുറെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അഡ്രസ്സിംഗ് മോഡ്സ്, അതൊക്കെ എവിടെ പോയെന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം ഇതിനകത്ത് ഈ 5 കാറ്റഗറിക്കകത്ത് ഏതിലെങ്കിലും ഒക്കെ വരുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ 5 എണ്ണമാണ്. ഇതിനകത്ത് ഈ 8086-നെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ തന്നെ അഗൈൻ 4 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് നമുക്ക് പറയാം. ഇൻഡയറക്റ്റിനകത്ത് ഫസ്റ്റ് വരുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് രജിസ്റ്റർ റിലേറ്റീവ്, തേർഡ് വൺ എന്ന് പറയുന്നത് base indexed addressing mode, and the fourth one is base relative plus indexed addressing mode. ഇത് ഇതിനകത്താണ് വരുന്നത്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്താണ് ഈ പറയുന്ന 4 എണ്ണം വരുന്നത്. നമുക്കിനി ഓരോന്നും ഡിസ്കസ് ചെയ്ത് നോക്കാം എക്സാമ്പിൾസ് വെച്ച്. ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഏതാണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡേറ്റ ഇൻസ്ട്രക്ഷൻ അകത്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരെണ്ണം ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, അതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതിനകത്ത് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ആഡ് നമ്മുടെ രജിസ്റ്റർ ഏതാണെന്ന് പറഞ്ഞു, bl എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ 8086-നകത്തുണ്ട്, 8-bit രജിസ്റ്റർ ആണ്. അതിലേക്ക് 25h എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കിട്ടുന്ന bl-നകത്തുള്ള വാല്യൂ 25h കൂടെ കിട്ടുന്ന വാല്യൂ bl-നകത്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ആഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആഡ് ഇൻസ്ട്രക്ഷൻ ഈ കാണുന്ന ആഡ് ഇൻസ്ട്രക്ഷൻ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. കാരണം ഇതിനകത്ത് ഡേറ്റ വിച്ച് ഇസ് 25h എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ്. അതിന് സിമിലർ ആയിട്ടുള്ള മറ്റ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം.
മൂവ് CL, 34H. 8086 മറ്റൊരു രജിസ്റ്റർ ആണ് CL രജിസ്റ്റർ. ഇതൊരു 8-bit രജിസ്റ്റർ ആണ്. ഇതിനകത്തേക്ക് ഈ CL, ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ മീനിങ് എന്ന് പറയുന്നത് CL is equal to 34H. ഡേറ്റ് തന്നെ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇത് 8-bit രജിസ്റ്റർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ CX-നകത്തേക്കും, CX എന്ന് പറയുമ്പോൾ CH plus CL അങ്ങനെ രണ്ട് രജിസ്റ്റേഴ്സും കൂടിയതാണ് ഈ CX എന്ന് പറയുന്നത്. CX ആണ് ആക്ച്വൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിന് ഹയർ പാർട്ടും ലോവർ പാർട്ടും ഉണ്ട്. അതായത് 8 bits വീതം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി 8086-ന്റെ ആർക്കിടെക്ചറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണുക. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് മൂവ് CX, നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, മൂവ് CX, സേ 16-bit വാല്യൂ എനിക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ CX രജിസ്റ്ററിനകത്ത്. അപ്പൊ 16-bit വാല്യൂ എന്ന് പറയുമ്പോൾ ഹെക്സ് വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഞാൻ പറയാണ് 2000H എന്ന് പറയുന്ന വാല്യൂ മൂവ് ചെയ്യാൻ. ഇത്രയും വാല്യൂ എനിക്ക് CX-നകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഹെക്സ് വാല്യൂ ആണ്. ഹെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ ഓരോ ഡിജിറ്റും 4 bits വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0010. ഫുൾ സീറോസ് ആകുമ്പോൾ 0000, അഗെയിൻ 0000, അഗെയിൻ 0000. ഓക്കെ, അങ്ങനെ 16-bit വാല്യൂ നമുക്ക് ഈ CX രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാം. സോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നത് എന്താണ്? CX is equal to 2000H. അപ്പൊ ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണ് നോക്കാം. സെക്കൻഡ് വൺ ഏതാണ് പറഞ്ഞാൽ നമ്മള് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഡേറ്റ എവിടെയായിരിക്കും? നേരത്തെ ഇമ്മീഡിയറ്റിനകത്ത് ഡേറ്റ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തതെങ്കിൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ ഡേറ്റ രജിസ്റ്ററിനകത്തായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സേ മൂവ് CL, BL. ഇതിനകത്ത് നോക്കൂ, ഈ ഒരു ഇൻസ്ട്രക്ഷനകത്ത് രണ്ടും രജിസ്റ്റേഴ്സ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ മീനിങ് നമുക്കറിയാം. എന്താണ്? CL-നകത്തേക്ക് BL-ലുള്ള വാല്യൂ മൂവ് ചെയ്യുക. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക. BL കിടക്കുന്ന വാല്യൂ അവിടെ തന്നെ കിടപ്പുണ്ടായിരിക്കും, അത് CL-ലേക്ക് കൂടെ മൂവ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ രണ്ട് ഓപ്പറൻസും രജിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണ്. ഡേറ്റ രജിസ്റ്റേഴ്സിലായിരിക്കും ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൂവ് CX, BX. നേരത്തെ നമ്മൾ 8-bit വാല്യൂസ് ആണ് മൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 16-bit വാല്യൂ മൂവ് ചെയ്യുന്നു. സിമിലർലി വേറെ ഇങ്ക് BX. ഇങ്ക് എന്ന് പറയുന്ന, അതായത് ഇൻക്രിമെന്റ് എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ 8086-നകത്തുണ്ട്. അത് ചെയ്യുന്നത് എന്താ വെച്ചാല് BX is equal to BX plus 1. ഇങ്ക് കഴിഞ്ഞിട്ട് ഏത് ഓപ്പറന്റ് ആണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, ഇവിടെ രജിസ്റ്റർ ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ആ രജിസ്റ്ററിനകത്തെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുന്നത്. ഇൻക്രിമെന്റ്സ് ഇറ്റ് ബൈ 1. ഓക്കെ, സോ ഇവിടെയും നമ്മൾ രജിസ്റ്ററിനകത്താണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിലാണെന്ന് നമുക്ക് പറയാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഇൻസ്ട്രക്ഷനകത്ത് അഡ്രസ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഡേറ്റ ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളതായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസറിനെ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡയറക്റ്റിംഗ് പ്രോസസർ ടു ഗെറ്റ് എ മെമ്മറി ലൊക്കേഷൻ. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ബാക്ക് എൻഡിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ എക്സാമ്പിൾ ഞാൻ പറയുന്നത് മൂവ് CL, മെമ്മറി ലൊക്കേഷൻ 2000H. സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ് ഞാൻ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക. ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടാൽ ഉടനെ തന്നെ മനസ്സിലാക്കാം ഇറ്റ് ആക്ട്സ് ആസ് an address contents of location 2000. അതാണ് മീൻ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, 2000H എന്ന് പറയുന്ന ഒരു വാല്യൂ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്താൽ അപ്പൊ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടപ്പോ മനസ്സിലാക്കണം അഡ്രസ് കണ്ടന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 2000H എന്ന് പറയുന്ന ലൊക്കേഷൻ മെമ്മറിക്കകത്തുനിന്ന് പോയിട്ട് ആക്സസ് ചെയ്ത് അവിടെയുള്ള ഡേറ്റയാണ് CL-ലേക്ക് പാസ് ചെയ്യുന്നത്. 2000H എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഒരു 8-bit ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഡേറ്റയാണ് CL-ലേക്ക് മൂവ്
മൂവ് ചെയ്യുന്നത്? മെമ്മറിയിൽ എവിടെ നിന്നാണ് ബേസിക്കലി ഈ ഒരു ഡേറ്റ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുക്കുന്ന ഈ വാല്യൂവിനെ നമുക്ക് ഓഫ്സെറ്റ് അഡ്രസ് എന്ന് പറയാം. ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ കാണുകയാണെങ്കിൽ പ്രോസസ്സർ ചെയ്യുന്ന കാര്യം നേരെ ഡേറ്റ സെഗ്മെന്റിലോട്ട് പോകും. ഡേറ്റ സെഗ്മെന്റിൽ സേ ഒരു 2000 എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. സേ 25H എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ വാല്യൂവിനെ ഫെച്ച് ചെയ്ത് നേരെ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ ഈ കേസിൽ CL രജിസ്റ്ററിനകത്തോട്ട് എന്ത് ചെയ്യും? 2000H, അതും ഡേറ്റ സെഗ്മെന്റിനകത്തുള്ള അതിലെ ഓഫ്സെറ്റ് അഡ്രസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത് കേട്ടോ. ഈ പറയുന്ന 2000H എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമ്മൾ 8086ന്റെ ആർക്കിടെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഐ എം റിപ്പീറ്റഡ്ലി സെയിങ് ദാറ്റ്. ഓക്കെ സോ ഡേറ്റ സെഗ്മെന്റിനകത്ത് 2000H എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നുള്ള വാല്യൂ, 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നുള്ള വാല്യൂ, 8-bit വാല്യൂ എടുത്ത് CL രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഇവിടെ ഞാനൊരു റൂള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ലിറ്റിൽ എൻഡിയൻ റൂൾ എന്ന് പറഞ്ഞ്. ഇവിടെ നമ്മൾ ഒരു ഓഫ്സെറ്റ് അഡ്രസ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ഓഫ്സെറ്റ് അഡ്രസ്സിലെ 8-bit വാല്യൂ ആണ് ഈ 8-bit രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ എന്റെ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മൂവ് CX, 2000H, മൂവ് CX, 2000H, ദെൻ ഇത് ഞാൻ എന്റെ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ് കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഇത് ഒരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. കാരണം എന്റെ ഇൻസ്ട്രക്ഷൻ അകത്ത് തന്നെ ഞാനൊരു അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടു, സോ അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്യാണ് ഇത് അഡ്രസ് ആണ്. ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലെ വാല്യൂ ആണ് CX രജിസ്റ്ററിലോട്ട് വരുന്നത്. CX എന്ന് പറയുമ്പോൾ നമുക്ക് CL രജിസ്റ്ററും CH രജിസ്റ്ററും കൂടെ കൂടിയതാണ്. ലോവർ ബിറ്റ്സും ഹയർ ബിറ്റ്സും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നോക്കൂ, ഒരൊറ്റ അഡ്രസ് ലൊക്കേഷൻ മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ആ കേസിൽ പ്രോസസ്സർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ സെഗ്മെന്റിലെ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റ CL രജിസ്റ്ററിലോട്ടും ഡേറ്റ സെഗ്മെന്റിലെ 2001 സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ CH രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ലിറ്റിൽ എൻഡിയൻ റൂൾ എന്ന് പറയുന്ന ഒരു റൂള് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ബേസിക്കലി റൂള് വേറൊന്നുമല്ല, ലോവർ അഡ്രസ് ഇൻ ലോവർ ബൈറ്റ്. ഈ CX രജിസ്റ്ററിന്റെ ലോവർ ബൈറ്റില് നമ്മൾ ലോവർ അഡ്രസ്സിൽ നിന്നുള്ള വാല്യൂ, അതുപോലെ തന്നെ ഹയർ ബൈറ്റില് ഹയർ അഡ്രസ്സിൽ നിന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. നമ്മൾ ഇവിടെ പഠിക്കുന്ന അഡ്രസ്സിംഗ് മോഡാണ്. അതായത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് അഡ്രസ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. 8086ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അതിനെ 4 കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ചത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ മീനിങ് അഡ്രസ് രജിസ്റ്ററിലായിരിക്കും. അഡ്രസ് ഇൻ രജിസ്റ്റർ, അഡ്രസ് ഇൻഡയറക്ട്ലി ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. എവിടെ? രജിസ്റ്ററിനകത്താണ് കൊടുക്കുന്നത്. ഇൻഡയറക്ട്ലി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് 1 by 1 ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓരോന്നും നോക്കാം. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഇതിനകത്ത് പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. എനിക്കും പറയാൻ എളുപ്പമുള്ളത് അതാണ്. സേ മൂവ് CL, സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് ഞാൻ BX രജിസ്റ്റർ ഉള്ള വാല്യൂ പറയാണ്. ഇവിടെ നടക്കുന്ന കാര്യം, സേ BX രജിസ്റ്ററിനകത്ത് ഞാനൊരു 16-bit വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതൊരു 2000H എന്നുള്ള വാല്യൂ ആവട്ടെ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് കാണുമ്പോൾ പ്രൊസസ്സറിന് മനസ്സിലാവും ഇവിടെ ഒരു ഓഫ്സെറ്റ് അഡ്രസ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന്.
പിന്നെ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതിനകത്തൊരു രജിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഓൾറെഡി കിടപ്പുണ്ടായിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെയാണ്, ഒരു അഡ്രസ്സിനെ അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് അഡ്രസ്സിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പ്രോസസറിന് മനസ്സിലാവും. ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ആയിരിക്കും ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ വിച്ച് ഇസ് CL ഹിയർ, CLനകത്തോട്ട് കോപ്പി ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കിയിരുന്നു. അതിനകത്ത് അഡ്രസ് തന്നെ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യായിരുന്നു. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ രജിസ്റ്ററിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അഡ്രസ് സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ബാക്കെൻഡിൽ നടക്കുന്ന ഓപ്പറേഷൻ CLലോട്ട് എവിടെ നിന്നുള്ള വാല്യൂ ആയിരിക്കും വരിക, ഡേറ്റ സെഗ്മെന്റിലെ ഈ BX രജിസ്റ്ററിനകത്ത് എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി 2000H ഓർ 4000H, അങ്ങനെ എന്തെങ്കിലും ഒരു 16-bit വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു അഡ്രസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നേരെ ഡേറ്റ സെഗ്മെന്റിൽ പോയി BXനകത്ത് 2000H എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡേറ്റ സെഗ്മെന്റിലെ 2000th ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന വാല്യൂ എടുത്ത് എന്ത് ചെയ്യും, CLലോട്ട് മൂവ് ചെയ്യും. അതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവിടെ ഒരു റൂൾ ഉണ്ട്. അതായത് നമുക്ക് മെമ്മറി അഡ്രസ് കൊടുക്കാനാവുന്ന ഒരേ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് BX രജിസ്റ്റർ ആണ്. ഫ്യൂ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഓൺലി രജിസ്റ്റർ to give memory address is ഏതാന്ന് പറഞ്ഞ BX രജിസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഓഫ്സെറ്റ് അഡ്രസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇതിനകത്ത് പറയാത്തത്. ഓഫ്സെറ്റ് അഡ്രസ് നമുക്ക് 3 രജിസ്റ്റേഴ്സിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ബേസ് പോയിന്റർ, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. ഈ 3 രജിസ്റ്റേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ് കൊടുക്കാനായിട്ട് സാധിക്കും. ബേസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം BXഉം BP ആണ് ബേസ് രജിസ്റ്റേഴ്സ്. നമുക്ക് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഉള്ളത് സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും. അങ്ങനെ 2 രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഇതില് ഈ പറയുന്ന BX, SI, DI, ഈ BX രജിസ്റ്റർ, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ, ഇതെല്ലാം ഡേറ്റ സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഈ പറയുന്ന ബേസ് പോയിന്റർ ഈ ചങ്ങാതി സ്റ്റാക്ക് സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ നേരത്തെ ലിറ്റിൽ എൻഡിയൻ റൂൾ നോക്കിയല്ലോ, അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മൂവ് CX, BX എന്ന് കൊടുത്താൽ ബാക്കെൻഡിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് CL ലോവർ ബൈറ്റിലോട്ട് എന്ത് ചെയ്യും, BXനകത്തുള്ള വാല്യൂ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി CH അതായത് ഹയർ ബൈറ്റിലോട്ട് BX +1 ചെയ്യുമ്പോൾ എന്ത് വാല്യൂ, ഏത് അഡ്രസ് ആണോ കിട്ടുന്നത് ആ അഡ്രസ്സിലത്തെ വാല്യൂ ആയിരിക്കും ഹയർ ബൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കാം. രജിസ്റ്റർ റിലേറ്റീവ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് അഡ്രസ് എന്ന് പറയുന്നത് രജിസ്റ്റർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആയിരിക്കും. നേരത്തെ അഡ്രസ് എന്ന് പറയുന്നത് രജിസ്റ്ററിനകത്തുള്ള വാല്യൂ മാത്രമായിരുന്നു. ഇപ്പോ അഡ്രസ് ഈ രജിസ്റ്റർ റിലേറ്റീവിനകത്ത് രജിസ്റ്ററിലെ വാല്യൂ പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൂടെ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. മൂവ് CL, BX +03H. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഇത് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ മാത്രമല്ലേ അതിന് അഡ്രസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക, നമ്മുടെ CL രജിസ്റ്ററിലോട്ട് ഡേറ്റ സെഗ്മെന്റിൽ നിന്നുള്ള
ഒരു മെമ്മറിയിലുള്ള വാല്യൂ ആണ് വരുന്നത്. ആ മെമ്മറി വാല്യൂ എന്ന് പറയുന്നത് BX രജിസ്റ്ററിനകത്ത് എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് പ്ലസ് 03H ചെയ്ത് ആ കിട്ടുന്ന അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണോ ഡേറ്റാ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്നത് ആ വാല്യൂ ആയിരിക്കും CLലോട്ട് മൂവ് ആവുന്നത്. നമുക്ക് നോക്കാം ജസ്റ്റ് ഡേറ്റാ സെഗ്മെന്റിൽ എങ്ങനെയാണ് എന്നുള്ളത്. BXനകത്ത് സേ കിടക്കുന്ന വാല്യൂ ഒരു 2000H ആണെന്ന് കരുതാം. 2000 ലൊക്കേഷൻ 2000th ലൊക്കേഷനിൽ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം 2000 പ്ലസ് 3 ചെയ്യും. അപ്പൊ 2003 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ആണ്. അപ്പൊ 2000, 2001, 2002, 2003 ഈ ഡേറ്റാ സെഗ്മെന്റിൽ ഈ ഒരു ലൊക്കേഷനിൽ എന്ത് വാല്യൂ ആണോ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും CL രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമുക്ക് BX പ്ലസ് 03H എന്നും പറയാം, BX മൈനസ് 03H എന്നും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് 8 ബിറ്റ് ആവാം അല്ലെങ്കിൽ 16 ബിറ്റ്സ് ആവാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇതിനകത്ത് അഡ്രസ് എന്ന് പറയുന്നത് ബേസ് രജിസ്റ്റർ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്റർ. എക്സാമ്പിൾ നോക്കാം. മൂവ് CL, BX പ്ലസ് SI. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ബേസ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, BX-ഉം BP-യും. BX പോയിന്റ് ചെയ്യുന്നത് ഡേറ്റാ സെഗ്മെന്റിലേക്ക് ആയിരിക്കും, BP പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് ആയിരിക്കും, സ്റ്റാക്ക് സെഗ്മെന്റിലേക്ക് ആയിരിക്കും. ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് രണ്ടെണ്ണമാണ് ഉള്ളത്, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററും. രണ്ടും ഡേറ്റാ സെഗ്മെന്റിലേക്ക് ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഞാൻ ഇവിടെ മൂവ് CL, BX പ്ലസ് SI ചെയ്ത് കഴിഞ്ഞാൽ BX-നകത്തുള്ള വാല്യൂ പ്ലസ് SI ചെയ്യും. ഡേറ്റാ സെഗ്മെന്റിനകത്ത് തന്നെ ആയിരിക്കും ഇത് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. BX പ്ലസ് SI ചെയ്ത് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് CLലോട്ട് മൂവ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഡേറ്റാ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ സേ BX എന്ന് പറയുന്നത് ഒരു 3000 ആണെന്ന് കരുതുക. സോഴ്സ് ഇൻഡെക്സിനകത്ത് 40 ആണ് കിടക്കുന്നതെങ്കിൽ എന്തു ചെയ്യും, BX പ്ലസ് 40 അതായത് 3040 ആയിരിക്കും. 3040th ലൊക്കേഷനിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂ ആയിരിക്കും CLനകത്തോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ ഞാനൊരു സ്പെഷ്യൽ പോയിന്റ് പറയാം. അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വേറൊരു ഇൻസ്ട്രക്ഷൻ ആണ് മൂവ് CL, BP പ്ലസ് SI. അതായത് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാക്ക് സെഗ്മെന്റിനകത്തായിരിക്കും. സെഗ്മെന്റ് ടു ബി ഓപ്പറേറ്റഡ് ഈസ് ഓൾവേസ് ഡിസൈഡഡ് ബൈ ബേസ് രജിസ്റ്റർ. ഏത് ബേസ് രജിസ്റ്റർ ആണോ ഇതിനകത്ത് കൊടുക്കുന്നത്, ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിലെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് കൊടുക്കുന്ന ബേസ് രജിസ്റ്റർ ആയിരിക്കും. ഈ ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഞാൻ പറയാം. BX പ്ലസ് SI ഇത് ഡേറ്റാ സെഗ്മെന്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ BX പ്ലസ് DI അതും ഡേറ്റാ സെഗ്മെന്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ BP പ്ലസ് SI അത് സ്റ്റാക്ക് സെഗ്മെന്റിലായിരിക്കും. ദെൻ BP പ്ലസ് DI അതും സ്റ്റാക്ക് സെഗ്മെന്റിലായിരിക്കും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, BX പ്ലസ് BP ഈസ് നോട്ട് വാലിഡ്. ഓക്കെ, ഇതെപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കാം. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലെ 4th വൺ നമുക്ക് നോക്കാം. ബേസ് റിലേറ്റീവ് പ്ലസ് ഇൻഡെക്സ്ഡ്. ഇത് ഏകദേശം ഒരു അവിയല് പരുവാണ്, വേറൊന്നുമല്ല. ഇതിനകത്ത് അഡ്രസ് എന്ന് പറയുന്നത് ബേസ് രജിസ്റ്റർ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്റർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. മൂവ് CL, BX പ്ലസ് SI പ്ലസ് 05H. എന്താണ് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്, CLലോട്ട് ഡേറ്റാ സെഗ്മെന്റിൽ നിന്നുള്ള വാല്യൂ ആണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക.
അഡ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും bx+si+05h ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും. ആ അഡ്രസ് ഏതാണോ ആ അഡ്രസ്സിൽ ഡേറ്റാ സെഗ്മെന്റിലെ ആ ഒരു അഡ്രസ്സിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും CL-ലേക്ക് മൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡേറ്റാ സെഗ്മെന്റിന്റെ കാര്യമല്ലേ പറഞ്ഞത്, നമുക്ക് സ്റ്റാക്ക് സെഗ്മെന്റിന്റെ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതായത് മൂവ് CL, ബേസ് രജിസ്റ്റർ BP+SI+05H എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? CL-ലോട്ട് സ്റ്റാക്ക് സെഗ്മെന്റിൽ നിന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഏത് അഡ്രസ്സിൽ കിടക്കുന്നതായിരിക്കും? BP+SI+05H ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണ് കിട്ടുന്നത് അതായിരിക്കും ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി 8086-ലെ ഏറ്റവും ലാസ്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. അതായത് ഇതിനകത്ത് ഓപ്പറൻഡ് ഈസ് ഇംപ്ലൈഡ്. ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഇംപ്ലൈഡ് ആയിരിക്കും. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അണ്ടർസ്റ്റുഡ്. നമ്മള് പ്രത്യേകം ഓപ്പറൻഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾസ് നോക്കാം. STC എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. വേറൊന്നുമല്ല, സെറ്റ് ക്യാരി ഫ്ലാഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് മാറും. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. അതുപോലെ തന്നെ CLC ക്ലിയർ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 0 ആക്കി മാറ്റാം. അതുപോലെ തന്നെ ഈ രണ്ട് ഓപ്പറേഷൻസിലും നോക്കൂ, നമ്മൾ ഓപ്പറൻഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓപ്പറൻഡ് ഈസ് ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഓപ്പറൻഡ് ഈസ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. അത്തരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡ്സിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അഡ്രസ്സിംഗ് മോഡ്സിന്റെ പോർഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ തീർച്ചയായും പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.